നഷ്ടപ്പെട്ട ജീവനുകളുടെ വേദന പേറുന്ന മഹാരാജ്യത്തെ നിരന്തരം പ്രകോപിപ്പിക്കുകയാണ് പാകിസ്ഥാൻ. ആണവശക്തിയാണ് എന്ന് ഓർക്കണമെന്നാണ് ഒടുവിലത്തെ വെല്ലുവിളി. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത, ഒരഭിമാനവും ബാക്കിയില്ലാത്ത രാജ്യം തീവ്രവാദികളെ തീറ്റിപ്പോറ്റുകയാണെന്നും നിരപരാധികളുടെ ജീവനെടുത്ത നരാധമന്മാർ സ്വാതന്ത്ര്യ പോരാളികളെന്നും വിളിച്ചു പറയുന്നത് പാകിസ്ഥാനിലെ മന്ത്രിമാർ തന്നെയാണ്. പാകിസ്ഥാന്റെ കുറ്റസമ്മതമോ നമ്മുടെ രാജ്യത്തിന്റെ മനസ്സിലുണ്ട്. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ BJPയിൽ നിന്ന് ശ്രീ യുവരാജ് ഗോകുൽ, അധ്യാപകൻ, വിദേശകാര്യ വിദഗ്ധൻ ശ്രീ PJ വിൻസെന്റ്, ലഫ്റ്റനന്റ് കമാൻഡർ ഗോകുൽ ചന്ദ്രൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ നിജേഷ് അരവിന്ദ് എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നത്. ശ്രീ യുവരാജ് ഗോകുൽ, കടുത്ത വെല്ലുവിളിയും വേദനയും പ്രകോപനവും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒന്നാകെ നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും ഒരു സൈനിക നടപടിയോ മറ്റെന്തെങ്കിലും തരത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പോ വെല്ലുവിളിയോ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനത്തിലൂടെ പുറത്തു വരേണ്ട ഒന്നല്ല. ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ബീഹാറിൽ വെച്ചാണ്. മധുബനിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ കൃത്യമായ മറുപടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്ത് രാജ്യം കൃത്യമായി നയതന്ത്ര തലത്തിലെടുക്കുന്ന തന്ത്രപരമായ തീരുമാനങ്ങളെ വിശദീകരിച്ച് വഷളാക്കുക എന്നുള്ളതല്ല എന്നത് വ്യക്തവുമാണ്. എന്നിരുന്നാൽ പോലും ഒരു തിരിച്ചടി രാജ്യം ഇത്രത്തോളം ആഗ്രഹിച്ചത് നമുക്കറിയാവുന്നതാണ്. 2019 ശേഷം നമ്മൾ ഇതിന് പകരം വേണ്ടതുണ്ട് എന്ന് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന നിമിഷം കൂടിയാണ്. എന്താണ് രാജ്യത്തിന്റെ മനസ്സ്? തീർച്ചയായിട്ടും ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണമെന്നുള്ള കാര്യം. അത് തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അതിന് നമുക്കിപ്പോൾ സമയവും കാലവും ഒന്നും നമുക്ക് ഇത്തരം ചർച്ചകളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടോ ഒന്നും വരേണ്ടതല്ല. തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇവിടെ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. മധു, കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും അശാന്തം തന്നെ ആയിരുന്നു. നമ്മുടെ എല്ലാ പതിറ്റാണ്ടുകളിലും ഒരു സിനിമയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കശ്മീർ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ ഭാഷകളിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എല്ലാ കാലഘട്ടത്തിലും അതൊരു നീറുന്ന പ്രശ്നം തന്നെയായിട്ട് തന്നെയാണ് ഇവിടെ നിലനിന്നിരുന്നത്. ആ കശ്മീർ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് വളരെയധികം നോർമൽസിയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കശ്മീരിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമർ അബ്ദുള്ള തന്നെ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം 2,35,00,000 ടൂറിസ്റ്റുകളോടെ എത്തിയിട്ടുണ്ട്. ഈ വർഷം 3 കോടി കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന. ആർക്കും തൻ്റെ ജീവിതകാലത്തിനിടയിൽ ഒരു തവണ പോലും അവിടേക്ക് പോകാൻ കഴിയും എന്ന് ഒരിക്കലും കരുതിയിട്ടില്ലാതിരുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 3-3.5 വർഷത്തിനിടയിൽ 7 കോടിയിലധികം ആൾക്കാർ അവിടെ എത്തുകയും ടൂറിസ്റ്റുകളായിട്ട് വിനോദസഞ്ചാരികളായിട്ട് അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കശ്മീർ ആ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോതുപോലെ തന്നെ ഒരു നോർമൽസിയിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾക്ക്, യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ വരുമാനം ഉണ്ടാകുന്നുണ്ട്, ബിസിനസ്സുകൾ വർദ്ധിക്കുന്നുണ്ട്, ടൂറിസ്റ്റ് ടാക്സികൾ ഉണ്ടാകുന്നുണ്ട്, കുതിരക്കാരുണ്ട്, ചായക്കടക്കാരുണ്ട്, ഹോട്ടലുകാരുണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ മധു. പാകിസ്ഥാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കശ്മീർ എല്ലാ കാലത്തേക്കും, കാരണം കശ്മീരിൽ എല്ലാ കാലഘട്ടത്തിലും പാകിസ്ഥാന്റെ ഈ പറയുന്ന വിഘടനവാദ പ്രവർത്തനത്തിനെ, തീവ്രവാദ പ്രവർത്തനത്തിനെ വലിയ തോതിൽ പിന്തുണച്ചിരുന്ന ഒരു വലിയ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പട്ടാളക്കാരെ കല്ലെറിയാൻ വേണ്ടി പോലും ഈ പറയുന്ന യുവാക്കൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഈ കല്ലെറിഞ്ഞിരുന്ന ആൾക്കാർ തന്നെ ഇന്ന് ഭാരതത്തിന്റെ പതാക കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കശ്മീരിന്റെ സോഷ്യോ ഡൈനാമിക്സിനെ മാറ്റിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ്. അപ്പോൾ ആ സാഹചര്യം തുടർന്നിരുന്നു എന്നുണ്ടെങ്കിൽ കശ്മീരിലേക്ക് പിന്നീട് ഒരു കാലഘട്ടത്തിലും പാകിസ്ഥാന് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞപ്പോൾ അതാണ് അവരെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കിക്കുന്നതിന് വേണ്ടി, അതായത് ഇനി ഒരു ഇന്ത്യക്കാരനും അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ളൊരു ഭീഷണിയാണ് പാകിസ്ഥാൻ ഈ പറയുന്ന ഇത്രയും ഭീരുത്വം നിറഞ്ഞ ഒരു ആക്രമണത്തിലോടുകൂടി പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഒരിക്കലും ഭാരതം അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുവാൻ പോകുന്നില്ല. അങ്ങനെ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ ആ ധാരണ അവര് ഉള്ള കുടില ലക്ഷ്യത്തോടു കൂടിയാണ് ടൂറിസ്റ്റുകളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീകരവാദ പ്രവർത്തനം എന്നുള്ളതൊക്കെ വ്യക്തമാണ്. നമ്മളത് ഈ കഴിഞ്ഞ വേദനകളുടെ മണിക്കൂറുകളിൽ പോലും കൃത്യമായി രാജ്യം മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ടാണ് കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ഒറ്റ വേദനയാണ് എന്ന് പ്രധാനമന്ത്രി ബീഹാറിൽ പ്രസംഗിക്കുമ്പോൾ പറയുകയും ചെയ്യുന്നത്. ശ്രീ PJ വിൻസെന്റ്, പക്ഷേ നോക്കൂ, എന്തൊരു തരം പ്രകോപനമാണ്. പാകിസ്ഥാൻ ഒരു ആണവശക്തിയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് മാധ്യമങ്ങളോട്. അതായത് നിങ്ങൾക്കങ്ങനെ തകർത്ത് കളയാൻ കഴിയുന്ന ഒന്നല്ല പാകിസ്ഥാൻ, ഞങ്ങൾക്ക് ആണവശക്തിയുണ്ട്, അതായത് ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരു തരത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ലോക സമാധാനത്തിന് തന്നെ ഞങ്ങൾ ഭീഷണിയാണെന്ന് തുറന്നു പറയാൻ ഒരു നാണക്കേടും അവർക്കില്ല. ഭീകരവാദം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ മാത്രമോ പാകിസ്ഥാനിനുള്ളിൽ മാത്രമോ ഒന്നും നടക്കുന്ന ഒന്നല്ല. ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. 10-30 വർഷമായി തങ്ങൾ തീറ്റിപ്പോറ്റുകയാണ് ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയാണെങ്കിലും ഭീകരപ്രവർത്തകരെ എന്ന് തുറന്നു പറയാൻ കഴിയുന്ന ആത്മവിശ്വാസം എന്താണ്?
തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള തെറ്റുകൾ അത് വിശകലനം ചെയ്യേണ്ട സമയമാണിത്. ഏതൊക്കെ സന്ദർഭത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ടോ ആ യുദ്ധങ്ങളെയെല്ലാം ഇതുപോലെ നെഗോഷിയേഷൻ ടേബിളിൽ വെച്ച് ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ. അത് പരിശോധിക്കേണ്ട കാര്യമല്ലേ? 1965 ഇന്ത്യ വൻ വിജയം നേടിയ യുദ്ധത്തിൽ, പക്ഷേ 1966 താഷ്കന്റ് ഉടമ്പടി പ്രകാരം പിടിച്ചെടുത്ത മുഴുവൻ പ്രദേശങ്ങളും വിട്ടുകൊടുത്തു. 65 മുമ്പുള്ള സ്ഥിതി റീഇൻസ്റ്റേറ്റ് ചെയ്തു. 1971 ഇന്ത്യ വൻ വിജയം നേടി. 100,000-ഓളം പട്ടാളക്കാർ ഇന്ത്യയുടെ മുന്നിൽ കീഴടങ്ങി. പക്ഷേ 1972 ഷിംല കരാറോടുകൂടി പഴയ സ്ഥലത്തേക്ക് പോയി. എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ഫയർ, അവിടെ വെടിനിർത്തൽ രേഖയെ ലൈൻ ഓഫ് കൺട്രോളായി അംഗീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് എന്താ മാറ്റം ഉണ്ടായത്? സുൽഫിക്കർ അലി ഭൂട്ടോ അതിനുശേഷം പറഞ്ഞത് നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു, പക്ഷേ നെഗോഷിയേഷൻ ടേബിളിൽ ഞങ്ങളാണ് ജയിച്ചതെന്നാണ്. 1998 കാർഗിൽ ക്രൈസിസിൽ എന്താണ് സംഭവിച്ചത്? ഭീകരരെ പുറത്താക്കാൻ ഇന്ത്യ കഴിഞ്ഞു. അതിൽ തന്നെ ഈ ടൈഗർ ഹിൽസ് കീഴടക്കാൻ വേണ്ടി ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പെർമിഷൻ നമ്മൾ കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? എത്ര ആളുകൾക്ക് മരിക്കേണ്ട വന്നു? അപ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോളിനെ പരമപരിശുദ്ധമായി കാണുക. അതിനുശേഷം 2021 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായി, 2008 മുംബൈ ആക്രമണം ഉണ്ടായി, ഉറി ഉണ്ടായി, പത്താൻകോട്ട് ഉണ്ടായി, 2019 പുൽവാമ ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായ സമയത്ത് ഇതിനെ തകർത്തു എന്നതിനപ്പുറത്തേക്ക് തിരിച്ചങ്ങോട്ട് കയറി അടിക്കുന്ന ഒരു ശീലം ഇന്ത്യ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ആ നെഗോഷിയേഷൻ ടേബിളിൽ വെച്ച് 90,000-ന് പുറത്ത് സൈനികരെ അടക്കം വിട്ടുകൊടുത്ത്, നമ്മൾ അങ്ങോട്ട് കടന്നു ചെന്ന ഭൂമിക അടക്കം വിട്ടുകൊടുത്ത്, ശരി പാകിസ്ഥാൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ഒരു രാജ്യം എന്ന നിലയ്ക്ക്, അതും നമ്മളെക്കാൾ നിസ്സഹായ അല്ലെങ്കിൽ നമ്മുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രാജ്യം എന്ന തിരിച്ചറിവിൽ വിട്ടുകൊടുത്ത അതേ ലൈൻ ഓഫ് കൺട്രോൾ അല്ലേ? അന്ന് ഈ ഷിംല കരാറിലൂടെയാണ് നമുക്കിപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടാകുന്നത്. അതാണ് നിലവിൽ വേണ്ടതില്ല എന്നവർ തീരുമാനിക്കുന്നത്. നമ്മൾ കാലാകാലങ്ങളിൽ അനുവർത്തിച്ചു വന്ന ദയയ്ക്ക് അവർ ഒരു കാലത്തും നീതിയുക്തമായ മറുപടി തിരിച്ചു നൽകിയിട്ടില്ല. നീതിയുക്തമായ മറുപടി. അപ്പോൾ 1972 ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കി എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. കാരണം അതിൽ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് ആദ്യത്തെ ലൈൻ. പിന്നെ 1970 ഡിസംബർ 17 വെടിനിർത്തൽ രേഖ ലൈൻ ഓഫ് കൺട്രോളായി അംഗീകരിക്കുമെന്നാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രമായിരുന്നു അത് ലൈൻ ഓഫ് കൺട്രോൾ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലൈൻ ഓഫ് ഫയറാണ്. ലൈൻ ഓഫ് ഫയറാണ്. ഇന്ത്യയിലേക്ക് വെടിവെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമാണ്. അതുപോലെ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത ഹജിപീർ പാസ് ഉണ്ട്. അത് നമ്മളുടെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലേക്കുള്ള വാതിലാണ്. ആ സ്ഥലം നമ്മൾ ഏകപക്ഷീയമായി പാകിസ്ഥാനെ തിരിച്ചു കൊടുത്തു. ആ മേഖലയിലൂടെയാണെന്ന് ഏറ്റവും അധികം ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നത്. അത് 48 യുദ്ധത്തിന് ശേഷം ഒരു ഘട്ടത്തിലും ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1970-കളിൽ 1000 കട്ട് ഡോക്ട്രിൻ അവർ മിലിറ്ററി എടുത്തു. ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ 1000 മുറിവുകൾ ഉണ്ടാക്കുക, ആ മുറിവുകളിൽ നിന്ന് ഇന്ത്യനെ ബ്ലീഡ് ചെയ്ത് ഈ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ പോളിസി. മാത്രമല്ല, മുറിവുണങ്ങുന്ന സന്ദർഭത്തിൽ മുറിവിൻ്റെ സ്ഥാനത്ത് വീണ്ടും മുറിവുണ്ടാക്കി സ്പാനിഷ് പുണ്ണാക്കി അതിനെ നിലനിർത്തും. ഈ മിലിറ്ററി ഡോക്ട്രിനിൽ പാകിസ്ഥാൻ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. അതേസമയം ഉണ്ടായിട്ടുള്ള പല യുദ്ധങ്ങളിലും ഇന്ത്യ വിജയിച്ച ഘട്ടങ്ങളിൽ പോലും നെഗോഷിയേഷൻ ടേബിളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള നിലപാട് നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ നയതന്ത്ര യുദ്ധം നമ്മൾ പ്രഖ്യാപിച്ചു. പക്ഷേ അതിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുന്ന ഒരേ ഒരു കാര്യം ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കിയത് മാത്രമാണ്. ബാക്കിയൊന്നും പാകിസ്ഥാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരേ സമയം നയതന്ത്ര തലത്തിൽ നമ്മൾ ശക്തമായ നിലപാടെടുക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. ഞാനിത് ഉറച്ചു നിൽക്കുന്നുള്ള എന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നാൽ നല്ലത്. ഒരു ഈ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ സൈന്യം യുദ്ധം ചെയ്തുണ്ടാക്കുന്ന നേട്ടങ്ങളെല്ലാം രാഷ്ട്രീയക്കാർ നയതന്ത്ര ടേബിളിൽ വെച്ച് ചർച്ച ചെയ്ത് പാകിസ്ഥാനെ അടിയറ വെച്ച് തിരിച്ചു വരികയാണ്. എന്നിട്ടോ ഇതേ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് അപ്പുറേ നടത്തി ഇവിടേക്ക് കടത്തി വിടുന്നു. ആകെപ്പാടെ 2 ഇൻസ്റ്റൻസ് വേണമെങ്കിൽ പറയാം. ഉറി അറ്റാക്കിന് ശേഷം നമ്മൾ പുറത്തറിയാതെ അതിർത്തി കടന്ന് ഓപ്പറേഷൻ നടത്തി. 2019 പുൽവാമയ്ക്ക് ശേഷം ബലാക്കോട്ട് അറ്റാക്ക് നടത്തി. അതിനപ്പുറത്തേക്ക് പരമപരിശുദ്ധമായി നമ്മൾ ലൈൻ ഓഫ് കൺട്രോളിനെ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇൻ്റർനാഷണൽ ബോർഡർ ഇല്ല. ഇൻ്റർനാഷണൽ ബോർഡർ ആകെ പഞ്ചാബിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഉള്ളൂ. എവിടെയാണ് കാശ്മീരിൽ ഇൻ്റർനാഷണൽ ബോർഡർ ഉള്ളത്?
ഈ LOCയുടെ അപ്പുറത്തുള്ള പാക് ഒക്കുപൈഡ് കാശ്മീർ ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണ്. 1962 പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയ ഷക്സം വാലി ഇന്ത്യയുടെ ഭാഗമാണ്. 1962 ചൈന പിടിച്ചെടുത്തിട്ടുള്ള 36,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന അക്സായി ചിൻ ഇന്ത്യയുടെ ഭാഗമാണ്. ഇതെല്ലാം ഉൾപ്പെട്ട കാശ്മീർ ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടായിട്ട് അംഗീകരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് കടന്നിട്ട് യുദ്ധം ചെയ്യാനോ, നമ്മളുടെ മണ്ണിലേക്ക് യുദ്ധം എത്തിച്ചിട്ട് തിരിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എല്ലാം സബൂറാക്കി എന്നൊരു സിനിമയിൽ പറയുന്നത് പോലെ നെഗോഷിയേഷൻ ടേബിളിൽ വന്ന് എല്ലാം സബൂറാക്കി തിരിച്ചു പോവുകയും ചെയ്യും. ഈ അവർ ലൈൻ ഓഫ് കൺട്രോളിനെ ഇനി മാനിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു കാലത്തും അതിനെ മാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പൊ നോക്കൂ, ഇവിടെ വന്ന് ഈ അക്രമം നടത്തി നമ്മുടെ വിലപ്പെട്ട ജീവനുകൾ കവർന്നു കൊണ്ടുപോയ ഭീകരരെ സ്വാതന്ത്ര്യ പോരാളികൾ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട മന്ത്രിമാർ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഒരു രാജ്യത്തെ, അതിന്റെ പരമാധികാരത്തെ, അതിന്റെ പൗരന്മാരോടുള്ള കരുതലിനെ, അതിന്റെ സുരക്ഷയെ, ആഭ്യന്തര അധികാരത്തെ മുഴുവൻ ചോദ്യം ചെയ്തിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നിന്ന് വെച്ച് ഈ വിവരക്കേട് വിളിച്ചു പറയുന്ന ഒരു രാജ്യത്തെ ഏതു രീതിയിൽ സമീപിക്കണം? നമ്മൾ ശരിയാണ്, നമ്മളൊരു രാജ്യം എന്ന നിലയ്ക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി പോകുന്നതാണ്. ലോകം നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ടുണ്ട്. പല കാലങ്ങളിൽ ലോകം വിവിധ ചേരികളിലായി നിന്നപ്പോൾ പോലും നമ്മളെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അതിനുശേഷവും പാകിസ്ഥാനുമായി നേരിട്ട് യുദ്ധം നടത്തുന്ന സമയത്ത് പോലും നമ്മൾ ലംഘിക്കാതെ വേണ്ട എന്ന് വെച്ച മനുഷ്യത്വപരമായ സമീപനമാണ് ഈ സിന്ധു നദീജല കരാർ അടക്കമുള്ള കാര്യങ്ങൾ. അതൊക്കെ ലംഘിക്കാൻ നമ്മളെ നിരന്തരം നിർബന്ധിക്കുന്ന ഒരു മാന്യതയും ഒരു യാതൊരു തരത്തിലുള്ള നീതിയും നീതിബോധവും ഇല്ലാത്തൊരു രാജ്യത്തെ ഏതു തരത്തിൽ നേരിടണം? ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ആ തരത്തിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് രാജ്യമെടുക്കുന്ന നിലപാട് അതൊരു പക്ഷേ ഒരു TV ചാനൽ ചർച്ചയിൽ വെച്ച് തീരുമാനിക്കാൻ ഉതകുന്നതല്ല. രാഷ്ട്രമെടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാജ്യത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വ്യക്തികളുടെയും കടമ. ഇതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ രാജ്യം ഒരു നിലപാടെടുക്കും, ആ രാജ്യത്തെ നിലപാടിനോടൊപ്പം നിൽക്കുക. അല്ലാതെ നമ്മൾ അതിവൈകാരികമായിട്ട് നമ്മൾ പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകാൻ രാജ്യത്തിൻ്റെ നിലപാട്, ആ രാജ്യത്തിൻ്റെ നിലപാട്, രാഷ്ട്രമെടുക്കുന്ന നിലപാട് കോൺഗ്രസ് അതിൻ്റെ പ്രവർത്തക സമിതിയിൽ പറഞ്ഞു, സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു, ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളോടൊപ്പം നിൽക്കും. ഇതാണ് നിലപാട്. ആ തീരുമാനത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ എനിക്കൊരു നിലപാടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നാലാളുകൾക്ക് മറ്റു നിലപാടൊന്നുമില്ല. നമുക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം. രാജ്യത്ത് ഒരേ സമയത്ത് തന്നെ പുറത്തുള്ള ശക്തികളെയും അകത്തുള്ള ശക്തികളെയും നമ്മൾ കണ്ടെത്തണം. അപ്പം ദിവസം 2-3 കഴിഞ്ഞു. നമുക്ക് ആ ഭീകരവാദികളെ കണ്ടെത്താൻ സാധിക്കണം, എത്രയും പെട്ടെന്ന് സാധിക്കണം. കാശ്മീരിനെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് എത്തിയ കാശ്മീരിലെ സാധാരണക്കാരൻ്റെ ജീവിത ചര്യ മാറിയിരുന്നൊരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇതെല്ലാം അവസാനിപ്പിച്ച് ഇതെല്ലാം സമാധാനത്തിന്റെ നാളുകളിലേക്ക് തുടർ വെല്ലുവിളികൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് പ്രധാനമല്ലേ ശ്രീ നിജേഷ് അരവിന്ദ്? അതായത് നമ്മൾ കുറച്ചധികം വിചാരിച്ചിരുന്നു കാശ്മീർ സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് തിരികെ വരികയാണെന്നുള്ളത്. അവിടെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. അവിടുത്തെ ടൂറിസം മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകൾ, തൊഴിലാളികൾ, ഇവരെല്ലാവരും വിചാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്? അവിടെയുള്ള മുഴുവൻ ഹോട്ടലുകളും വെക്കേറ്റ് ചെയ്തു പോവുകയാണ്. ഈ 2-2.5 കോടി ആളുകൾ, വിദേശ സഞ്ചാരികൾ അടക്കമുള്ളവർ തേടിയെത്തുമെന്ന് വിചാരിച്ചുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത മുഴുവൻ ആ ജനതയെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തെ, അവരുടെ സ്വപ്നങ്ങളെ, ജനതയുടെ ജീവിതത്തെ, സമാധാനത്തെ ആകെ തകിടം മറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇനിയും നമ്മൾ ഒരു നല്ല രീതിയിലേക്ക് തിരികെ വരുമ്പോഴും എങ്ങനെ വിശ്വാസത്തിലെടുക്കും? അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? ഇവർ നാളെയും ഇത് ചെയ്യില്ല എന്നുള്ളതിന് എന്താണ് നമുക്ക് ഉറപ്പ്? അല്ല മധു, അതിന് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ നമ്മൾ എടുത്തേ മതിയാകൂ. അതെടുക്കാൻ ഞാനിവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല സംസാരിക്കുന്നത്. നമുക്കറിയാൻ ഒരു 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റമുണ്ട്. നമ്മളൊക്കെ കാശ്മീരിൽ പോകുമ്പോൾ നമുക്ക് പ്രീപെയ്ഡ് ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. പോസ്റ്റ് പെയ്ഡ് ഫോൺ ഉപയോഗിക്കേണ്ട, ഓരോരുത്തരെയും സൂക്ഷ്മമായി വിലയിരുത്തുന്ന സാഹചര്യമുണ്ട്. അത് കുറച്ചുകൂടി ടൈറ്റ് സെക്യൂരിറ്റി ആയിട്ട് മാറുകയും ആ കാശ്മീരിനെ നിലനിർത്തുകയും വേണം. നമ്മളവിടെ കാശ്മീർ ഇല്ലാതായിക്കൊണ്ട് നമ്മൾക്ക് പിന്നെ എന്താ നേടാനുള്ളത്? കാശ്മീരിലെ സാധാരണക്കാർ, നമുക്കറിയാം ഈ പ്രശ്നമുണ്ടായപ്പോഴും കാശ്മീരിലെ സാധാരണക്കാരനായ ആളുകൾ ഈ ഭീകരവാദികൾക്കെതിരാണ് നിലപാടെടുത്തിരിക്കുന്നത്. പഴയ കാശ്മീരല്ല എടുത്തിരിക്കുന്നത്. നമ്മൾ എറണാകുളത്തെ സഹോദരി ആരതി പറഞ്ഞതുപോലെ, എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ 2 സഹോദരന്മാരെ കിട്ടി, ഒപ്പം നിന്ന സഹോദരന്മാരെ കിട്ടി. മറ്റൊരാളവിടെ തോക്ക് പിടിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു നാട്ടുകാരൻ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സുകൂടി നമ്മൾ അവിടെ
ഉണ്ടായിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ 2500 ആൾ ദിവസം വരുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്പോട്ട്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആഭ്യന്തര സുരക്ഷ ഒരുക്കാനുള്ള സംവിധാനം. പാകിസ്ഥാൻ പറയുന്നത് ആണവശക്തി അത് ഇതൊക്കെ പറയുന്നതിന് നമുക്ക് ആ രീതിയിൽ ഇടപെടണം. പക്ഷേ നമുക്ക് ഇന്ത്യക്കകത്ത് ഇന്ത്യയിലെ ആളുകൾക്ക്, പൗരന്മാർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ആഭ്യന്തര സുരക്ഷയെ പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാകണം. അത് ഏത് തരത്തിലാണോ വേണ്ടത്. ഇന്ത്യയിലെ ഒരു പൗരന് ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയേ മതിയാകും. അതിനെല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വരണം. മറിച്ച് രണ്ടാമത്തെ കാര്യം, നമ്മൾ അവരുമായുള്ള നയതന്ത്ര യുദ്ധമാവട്ടെ അല്ലാത്ത കാര്യങ്ങളാവട്ടെ, അത് വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് രാജ്യത്തിൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം. രാജ്യത്തിൻ്റെ നിലപാട് അവരുമായി സ്ട്രോങ് ആക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കേണ്ടതല്ല, ഇവിടെയുള്ള ആളുകളെ ജീവിക്കാം. നഷ്ടപ്പെട്ട നഷ്ടത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയൊരു നഷ്ടമുണ്ടാവാതെ കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാൾക്ക് നഷ്ടമുണ്ടാവാതെ പോകാനുള്ള ഒരു ഡിപ്ലോമസി കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതിനെല്ലാവരും കൈകോർത്ത് പിടിക്കേണ്ട സാഹചര്യമാണ്, പരസ്പരം കുറ്റപ്പെടുത്തേണ്ട സാഹചര്യമല്ല. പക്ഷേ ഇനി ഒരാളെ ഇങ്ങോട്ട് ഇത്രയേറെ ടൈറ്റ് സുരക്ഷയുള്ള പ്രദേശത്തിനകത്തേക്ക് വിദേശത്തുള്ള ആളുകൾ നുഴഞ്ഞു കയറി വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് പാളിച്ച എന്ന് നമുക്ക് പഠിക്കണം. ആ പാളിച്ചയെ തിരുത്താൻ ആവശ്യമായ നടപടികളിലേക്ക് നമ്മൾക്ക് പോകണം. കാശ്മീർ എന്നല്ല, ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷനെ നമുക്ക് തിരിച്ചുകൊണ്ടുവരണം. ഇത് പലപ്പോഴായിട്ട് സംഭവിച്ചു. നമ്മൾക്കൊക്കെ അറിയുന്നത് കാർഗിലിൽ സംഭവിച്ചിട്ടുണ്ട്, നേരത്തെ പുൽവാമയിൽ സംഭവിച്ചിട്ടുണ്ട്, ഉറിയിൽ സംഭവിച്ചിട്ടുണ്ട്, അമർനാഥ് തീർത്ഥാടകർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാജ്യം അതിനെ അതിജീവിച്ചിട്ടുണ്ട്. ഇതിനെയും രാജ്യം അതിജീവിക്കണം. ഇതിനെ അതിജീവിച്ചേ മതിയാകും. നഷ്ടത്തെ നമുക്കത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇനിയൊരു നഷ്ടം ഉണ്ടാവാതിരിക്കാനും ആ കുടുംബത്തോടൊപ്പം നിൽക്കാനും കാശ്മീർ തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികൾക്കായിരിക്കണം ഇന്ത്യ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ പോയിട്ട് നമ്മൾ ഹോമിച്ചുകൊണ്ടുള്ള ഒരു തലത്തിലേക്ക് പോരും. നമ്മൾ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾക്ക് വേണ്ടത്. ശരി, ലഫ്റ്റനന്റ് കമാൻഡർ ശ്രീ ഗോകുൽ ചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോകുൽ ചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ഗോകുൽ ചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? അങ്ങ് മ്യൂട്ടൊന്ന് മാറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റതിഥികളിലേക്ക് പോയതിനു ശേഷം തിരികെ വരാം. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ തങ്ങളുടെ കൈവശം ആണവായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഭയപ്പെടുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കുൽഭൂഷൺ ജാദവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇന്ത്യ മറക്കരുത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രകോപനം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സൈനികൻ പി കെ സിംഗ് അറിയാതെയാണ് എങ്കിലും അതിർത്തി ലംഘിച്ച് അപ്പുറത്തേക്ക് കടന്നു പോകുന്നു. അദ്ദേഹത്തെ നിലവിൽ അവർ ആ ഒരു നയതന്ത്ര സമ്മർദ്ദത്തിൻ്റെ കാരണമായി തന്നെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയുമാണ്. നിലവിൽ നമുക്ക് വിട്ടുകിട്ടിയിട്ടുമില്ല. ഇങ്ങനെ സാധ്യമായ എല്ലാ ഭീഷണികളും പ്രകോപനങ്ങളും പല മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സാഹചര്യമാണ്. ചില മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇന്ത്യ അതിനൊക്കെ കൃത്യമായ മറുപടി പറയുന്നുണ്ട് എന്നത് പ്രധാനമാണ്. നമ്മൾ വ്യോമ നാവിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് ലോകത്തെ ബോധിപ്പിക്കേണ്ടത് പോലുമില്ല. ഇന്ത്യയുടെ സായുധ ശക്തി എത്രത്തോളമാണ് എന്നുള്ളത് വ്യക്തമാണ്. കരസേന പോലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ബലം എന്നൊന്നും പറയുന്നത് കമ്പയർ ചെയ്യാൻ പോലും കഴിയാത്ത ഒന്നാണ്. സാമ്പത്തിക ശേഷിയാണ്. എന്നിരുന്നാൽ പോലും ഒന്നിനും ഒരു താരതമ്യവുമില്ല. നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒന്നിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ സകല തരത്തിലും തകർന്നു പോയ ഒരു രാജ്യമാണ്. അവർക്ക് രാഷ്ട്രീയ സ്ഥിരതയാണ് എങ്കിലും, അവർക്ക് ഫണ്ടാണ് എങ്കിലും, അവർക്ക് മുന്നോട്ട് പോകാനുള്ള സഹായങ്ങളാണ് എങ്കിലും, എന്ത് വേണമെങ്കിലും അവരുടെ ആകെയുള്ള ഇന്ധനം എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധത തന്നെയാണ്. ആ രീതിയിൽ നമുക്ക് അവരെ നേരിടണമെങ്കിൽ അവരുടെ ഹീനമായ പ്രവർത്തികൾ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നേരിടണമെങ്കിൽ കൃത്യമായ നയതന്ത്ര ബന്ധങ്ങളിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. ആ നിലയ്ക്ക് നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഏതു തരത്തിൽ ഈ അമേരിക്കയുടെയും UK-യുടെയും അടക്കമുള്ള അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് തങ്ങൾ ഈ തീവ്രവാദികളെ തെറ്റിപ്പോറ്റിയത് എന്നൊരു പരാമർശമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏത് തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണ് പാകിസ്ഥാൻ നമുക്കിതിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാന് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ നിലവിൽ ഭാരതത്തിന് നേരെ ചുമത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ കുറച്ചു നേരത്തെ വിൻസെൻ്റ് സാറ് പറയുന്ന പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 47 മുതൽ ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ലോകം എപ്പോഴും രണ്ട് തട്ടിലായിട്ട് നിന്നിരുന്നുള്ളൂ. ഒരു വിഭാഗം ഭാരതത്തിനോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം പാകിസ്ഥാനൊപ്പം. ഇപ്പോൾ US പാകിസ്ഥാനൊപ്പം ആണെന്നുണ്ടെങ്കിൽ USSR ഇന്ത്യക്കൊപ്പം, ഇങ്ങനെയായിരുന്നു.
പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾ കൊണ്ട് നമുക്കറിയാം പൊളിറ്റിക്കലി ഒരുപാട് ചേഞ്ചസ് ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് യു എസ് എസ് ആർ അല്ല, റഷ്യയും UK യും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നാലും ശരി തന്നെയാണ്, മറ്റ് ലോകത്തുള്ള ശക്തികളായിരുന്നാലും ശരി തന്നെയാണ്, ഇവരെല്ലാവരും ഏതാണ്ട് ഓൾമോസ്റ്റ് ഏകപക്ഷീയം എന്ന് പറയാൻ പറ്റുന്ന തലത്തിൽ തന്നെ ഭാരതത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിലൊരു നെഗോസിയേഷൻ ടേബിളിലേക്ക് പോകുമ്പോഴായിരുന്നാലും ശരി തന്നെയാണ്, മറ്റ് കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് നമ്മൾ പോകുമ്പോഴായിരുന്നാലും ശരി തന്നെയാണ്, നമുക്ക് വലിയ തരത്തിലുള്ള മേൽക്കൈ അവിടെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. കാരണം ഇന്ന് ലോകശക്തികളുടെ മുൻപിൽ അവരിന്ന് സമന്മാരായിട്ടാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനെയും സമന്മാരായിട്ട് കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തെ ഈ പറയുന്ന സൂപ്പർ പവേഴ്സ് എല്ലാം തന്നെ അവർക്ക് സമമായിട്ടാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് യൂറോപ്യൻ യൂണിയനിലൊക്കെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ്, ഒരേ സമയത്ത് റഷ്യൻ പ്രസിഡന്റിനെയും ഒരേ സമയത്ത് നമ്മുടെ യുക്രൈനിലെ ഭരണാധികാരിയെ രണ്ടുപേരെയും ഒരേപോലെ ആലിംഗനം ചെയ്യുവാൻ ശേഷിയുള്ള ഒരേ ഒരു ഭരണാധികാരിയെ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ എന്നാണ് നരേന്ദ്രമോദിജിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നരേന്ദ്രമോദി വ്യക്തിയല്ല, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേച്ചർ ഇന്റർനാഷണൽ ലെവലിൽ ജിയോ പൊളിറ്റിക്കൽ ലെവലിൽ അച്ചീവ് ചെയ്യുന്നതിന് ഭാരതത്തിന് സാധിച്ചു ണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പഴയതുപോലെ എന്താണ് ഒരു നെഗോസിയേഷൻ ടേബിളിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സ്വാധീനിച്ച് അവർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇന്ന് പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ കാലാകാലങ്ങളിൽ ഇന്ത്യ അനുവർത്തിച്ചു വന്നിരുന്ന ഒരു നയമുണ്ട്. അതിപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്രമായ തിരിച്ചടി നമ്മൾ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടാണ് പാകിസ്ഥാന് കൊടുത്തത് എന്നുള്ളത്. ഈ കാലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധം ഉണ്ടായപ്പോൾ പോലും നമ്മൾ അതിനെ ലംഘിക്കാനോ അതിൻ്റെ പേരിൽ ഒരു ഭീഷണി മുഴക്കാനോ ഇടയ്ക്ക് ഒരു പ്രയോഗം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി, ചോരയും ജലവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ളത്. പക്ഷെ അപ്പോൾ പോലും അതിനെ തൊട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മനുഷ്യത്വപരമായ ചില കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന കാഴ്ചപ്പാടുള്ള ഒരു രാജ്യമാണ് എന്നതൊരു സെന്റിമെന്റ്സ് കൂടിയാണ്. ആ സെന്റിമെന്റ്സ് നിൽക്കുമ്പോഴാണ് നമുക്കൊരു വെയിറ്റേജ് ഉണ്ടാവുക. ഇത് ഒരു ജലയുദ്ധമാണ് എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുമ്പോൾ, ഇത് അവരുടെ ജനതയ്ക്ക് നേരെയുള്ള യുദ്ധമാണ് എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല, അതിന് ഇന്ത്യയാണ് നിർബന്ധിക്കുന്നത് എന്ന തരത്തിലൊരു പരിപ്രേക്ഷ്യം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഈ മാനുഷികമായ പരിഗണന എന്നൊക്കെ പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആരാണ് എന്നതാണ് നിശ്ചയിക്കുന്നത്. ഏറ്റവും പ്രധാനം അപ്പുറത്ത് നിൽക്കുന്നത് യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മനുഷ്യത്വം പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തല പോവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ സിന്ധു നദിയുടെ കരാർ 1960 ഒപ്പിട്ടതാണ്. 1965 പാകിസ്ഥാൻ ഏകപക്ഷീയമായി ഇന്ത്യ ആക്രമിച്ച സമയത്തും നമ്മൾ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയില്ല. മാത്രമല്ല, ഈ കരാർ ഒപ്പിടുമ്പോൾ എന്താ വെച്ചാൽ കനാൽ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി 6.2 കോടി ബ്രിട്ടീഷ് പൗണ്ട് വർഷം തോറും ആനുവലായിട്ട് 10 വർഷത്തേക്ക് പാകിസ്ഥാന് കൊടുക്കാം എന്ന് ഇന്ത്യ സമ്മതിച്ചിരുന്നു. ഈ 65 ഇന്ത്യ അറ്റാക്ക് ചെയ്ത സമയത്തും ആ പണം കൊടുത്തു. അങ്ങനെ 1970 വരെ ആ കനാൽ സിസ്റ്റം ഉണ്ടാക്കാനുള്ള പണം ഇന്ത്യയാണ് കൊടുത്തത്. ആ കരാർ ഇൻഡസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 6 നദികൾ ചേർന്ന ഇൻഡസ് സിസ്റ്റത്തിന് മൊത്തം വാട്ടർ ഷെയറിൽ 30% ഇന്ത്യക്ക്, ബാക്കി 70% പാകിസ്ഥാന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാന് വളരെ അനുകൂലമായൊരു കരാറാണ്. ആ കരാറ് 71-ലും 98-ലും ഈ യുദ്ധങ്ങളെയൊക്കെ അതിജീവിച്ചൊരു കരാറാണ്. ഈ സിന്ധു നദീജല കരാറിനെ കുറിച്ച് പറയുന്നത് ലോക ചരിത്രത്തിൽ ഇതപര്യന്തം ഉണ്ടായിട്ടുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഈ നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും മാന്യമായിട്ടുള്ളത് മനുഷ്യത്വപരമായിട്ടുള്ളതും ദീർഘകാലം നിലനിന്നുമാണ്. അതങ്ങനെ നിലനിൽക്കാനുള്ള ഏക കാരണം ഇന്ത്യയുടെ കാഴ്ചപ്പാട് ശരിയും ശാസ്ത്രീയവും മനുഷ്യത്വപരമായിരുന്നുകൊണ്ടാണ്. പക്ഷേ ഇത്തരം സമീപനം എടുത്തിട്ട് എന്ത് തിരിച്ചു കിട്ടി എന്ന ഒരു കണക്കെടുപ്പ് നടത്തേണ്ട സമയമാണ്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഇന്ന് നരേന്ദ്രമോദിജിക്ക് ലോകത്തിൽ വലിയ സ്വാധീനമുണ്ട്, ശരിയാണ്. ഇതുപോലെ തന്നെ 1950-കളിലും 60-കളിലും ഒക്കെ ജവഹർലാൽ നെഹ്റു ലോകത്തിലെ വലിയ രൂപത്തിൽ റെസ്പെക്ട് ചെയ്യപ്പെട്ട ആളാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ലോക രാജ്യങ്ങളിടയിൽ വലിയ അംഗീകാരം ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ റിയൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യില്ല. റിയൽ പൊളിറ്റിക്സ് ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം. അതായത് ആ കാലത്തെ ലോക നേതാക്കളുടെ ഒരു ഹൈറ്റും കൂടി നമ്മൾ വിചാരിക്കണം. അവരെടുക്കുന്ന നിലപാടുകളുടെ സ്റ്റെബിലിറ്റി ഇന്നത്തെ നേതാക്കളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ട്രംപിൽ നിന്ന് നമുക്ക് വളരെ സ്ഥൈര്യമുള്ളൊരു രാഷ്ട്രീയ സ്വഭാവം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ ഇപ്പോൾ നെഹ്റുവിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള ആനുകൂല്യമോ സ്ഥൈര്യമോ സ്ഥിരതയോ ഇന്നത്തെ കാലത്ത് നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? കിട്ടില്ല. അന്നത്തെ കാലം വാല്യൂ ബേസ്ഡ് ആയിരുന്നു, ഐഡിയോളജി ഉണ്ടായിരുന്നു. ഇന്ന് പ്രാക്ടിക്കലിസം ആണ്.
ട്രംപ് എന്നൊക്കെ പറഞ്ഞാൽ ഹാർഡ് ഫോർ പ്രാക്ടിക്കൽ, അതിനപ്പുറത്തേക്ക് ഒരു സമയം അദ്ദേഹം എടുക്കുന്നില്ല. യൂറോപ്പിന് മിലിറ്ററി കവർ കൊടുക്കും, നിങ്ങൾ പൈസ തരണം എന്ന്. ശരിയായിട്ടുള്ള കച്ചവടം, ശരിയായിട്ടുള്ള പ്രായോഗികത, യാതൊരുവിധ മാനവികതയും ഐഡിയോളജിയും ഇല്ലാത്ത പ്രായോഗികതയിലേക്ക് ലോകം മൊത്തം പോയി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം ഘട്ടത്തിൽ ഇന്ത്യക്ക് അതിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയണം. അത് റിയൽ പൊളിറ്റിക്സ്, മനുഷ്യബന്ധങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായുള്ള മഹത്തായ മൂല്യങ്ങളൊന്നും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രയോഗത്തിൽ വന്നു എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അത് ഹാർഡ് കോറായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം എന്താണോ അതിനു വേണ്ടി അടിയുറച്ച് നിലവിൽ, അതിനപ്പുറത്തേക്ക് ലോകരാജ്യങ്ങൾ അക്രമകാരിയാണെന്ന് പറഞ്ഞ് ഈ ലോകരാജ്യങ്ങൾ തരുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊണ്ട് സർവൈവ് ചെയ്ത ഏത് രാഷ്ട്രമാണ് ഈ ലോകത്തുള്ളത് എന്ന് പറഞ്ഞ്? മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആഗോള സമൂഹം എന്നൊക്കെ നമ്മൾ പറയും, ശരിയാണ്, അതൊക്കെ ഉണ്ട്. ഈ രാജ്യങ്ങൾ നൽകുന്ന ഗുഡ് സർട്ടിഫിക്കറ്റിൽ സർവൈവ് ചെയ്ത രക്ഷപ്പെട്ട ഏത് രാജ്യമുള്ളത്? അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം പാകിസ്ഥാനെതിരാണ് എന്ന് പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഇന്ന് രണ്ടാമത്തെ ശക്തി ചൈനയാണ്. ആ ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല, ചൈനയുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് പോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അതിന്റെ ഒരു സാമന്ത രാഷ്ട്രമാണ്. നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തില്ല എങ്കിലും എല്ലാവിധ തന്ത്രപരമായിട്ടും ആയുധമായിട്ടും നയതന്ത്രപരമായിട്ടും പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാടായിരിക്കും ചൈന സ്വീകരിക്കുക. അതിലൊരു സംശയവുമില്ല. കാരണം എന്താ, ആണവായുധങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് യുദ്ധപ്രഖ്യാപനമാണ് എന്ന് പാകിസ്ഥാൻ എടുത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒക്കെ ഇന്ത്യ പോലൊരു മഹാരാജ്യത്തെ പ്രകോപിപ്പിക്കാനുള്ള എന്ത് ആത്മവിശ്വാസമാണ് പാകിസ്ഥാനുള്ളത്? നമസ്കാരം മധു, ബാക്കിയുള്ള കൂടുള്ള എല്ലാവർക്കും നമസ്കാരം. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒരു അറ്റാക്ക് നടന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇന്ത്യ വേണ്ട രീതിയിൽ പാകിസ്ഥാനെ വിറപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശ്രീ വിൻസെന്റ് പറഞ്ഞ പല കാര്യങ്ങളോട് ഞാൻ യോജിക്കണമെങ്കിലും ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇപ്പൊ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് പാകിസ്ഥാന് ഇപ്പൊ അടുത്ത ഒരു 1, 2, 3 വർഷത്തേക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് നമ്മൾ ഈ ഉരി, പുൽവാമ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ആ സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു റിസർവോയറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പണികൾ തുടങ്ങി നമ്മൾ പാകിസ്ഥാനെ വിറപ്പിക്കണമായിരുന്നു. ഇപ്പൊ ഈ ട്രീറ്റി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളം നമുക്ക് തടയാൻ കഴിയില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ കുലുങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ലീപ്പ വാലിയിൽ നടന്ന ക്രോസ് ബോർഡർ ഫയറിംഗ് പാകിസ്ഥാനാണ് തുടങ്ങി വെച്ചത്. അതിന്റെ അർത്ഥം അവർക്ക് പേടിയില്ല. ഇപ്പൊ വേണ്ടത് ലോകരാഷ്ട്രം മുഴുവനും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനെതിരെ തിരിയണം. പാകിസ്ഥാൻ ഒറ്റപ്പെടണം. ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇറാൻ പോലുള്ള ചില രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഒട്ടുമുക്ക യൂറോപ്യൻ, അമേരിക്കൻ രാഷ്ട്രങ്ങൾ എല്ലാവരും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി അവരുമായുള്ള നയതന്ത്രമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്തി ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ പാകിസ്ഥാൻ ഒന്ന് കുലുങ്ങുള്ളൂ. മാത്രമല്ല, നമ്മുടെ വശത്തിൽ നിന്നും, ഇന്ത്യയുടെ വശത്തിൽ നിന്നും 1987 ബ്രാസ് ട്രാക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി പാകിസ്ഥാൻ പഞ്ചാബിലും അതുപോലെ ജമ്മു കാശ്മീരിലും ഇങ്ങനത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇവിടുത്തെ തീവ്രവാദ സംഘടനകളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ഉറപ്പ് കിട്ടിയ ശേഷം ശ്രീ രാജീവ് ഗാന്ധി എന്താ ചെയ്തത്? രാജീവ് ഗാന്ധി ഇന്ത്യൻ ആർമിയും ചേർന്നിട്ട് ഏകദേശം 3 ലക്ഷം പട്ടാളക്കാരെ രാജസ്ഥാൻ തൊട്ട് അങ്ങ് കാശ്മീർ വരെ ബോർഡറിൽ നിർത്തി, ഒരു എക്സസൈസ് എന്ന പേരിലായിരുന്നെങ്കിലും ആ 3 ലക്ഷം പട്ടാളക്കാർ ആ ബോർഡറിൽ എത്തിയ ശേഷം അവിടെ ഒരു മാസീവ് എക്സസൈസ് നടന്നു, ആർമി എക്സസൈസ് നടന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു എക്സസൈസ് ആയിരുന്നു, ആർമി എക്സസൈസ് ആയിരുന്നു. അത് കണ്ട ശേഷമാണ് പാകിസ്ഥാൻ ഇറങ്ങി വന്നിട്ട് ഇന്ത്യയുമായിട്ട് ഒന്ന് സംസാരിക്കാനോ ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ ചെവികോർത്ത് കേൾക്കാനോ അവർ തയ്യാറായത്. അതുപോലത്തെ സംഭവങ്ങളാണ് ഇന്ന് വേണ്ടത്. അല്ലാതെ ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടോ അല്ല അവർ ഇന്ത്യയിലുള്ള പാകിസ്ഥാനിയരെ തിരിച്ചയക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിസ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടോ പാകിസ്ഥാൻ ഒരു കുലുക്കവും സംഭവിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ ഇത് തുടരും. പാകിസ്ഥാൻ ഇനിയും ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അവർ ഓപ്പണായിട്ട് അവർ പറയുകയാണ്. അതെ, ഗോപചന്ദ്രൻ, ഇപ്പോ ലോകരാജ്യങ്ങളുടെ എല്ലാം പ്രതിനിധികളുമായി ഡൽഹിയിൽ കൃത്യമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്.
ആ പിന്തുണ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്കുള്ളതാണ് എന്ന് ഉറപ്പിക്കാനുള്ള തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് വളരെ പ്രൈമറിയായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളില്ലേ? അതിനും അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ടല്ലോ. അവരുമായി കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഞങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നും അതിന് കാരണം ഇതാണ് എന്നും ഇപ്പോൾ അവരുടെ നേതാക്കൾ തന്നെ, ഉപപ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവർ സ്വാതന്ത്ര്യ പോരാളികളാണ് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കേണ്ട മറ്റൊരു കാര്യവുമില്ല. 2 ഭീകരവാദികൾ അലി തൻഹീം, ആസിഫ് ഫൗജും കൃത്യമായി പാക് സ്വദേശികളാണ് എന്നതിന് തെളിവ് പോലും നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ബോധ്യപ്പെടുത്താൻ കഴിയും. ഓൾ ഓഫ് എ സഡൻ ഈ പറയുന്ന ഒരു സ്ട്രൈക്ക് ഒക്കെ സാധ്യമാണോ നിലവിലത്തെ സാഹചര്യത്തിൽ? ഒരിക്കലും അല്ല. സ്ട്രൈക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു ബിൽഡപ്പ് അറ്റ് ദ ബോർഡറിൽ നമ്മുടെ വശത്ത് അന്നും സംഭവിച്ചത്, അതായത് ഓപ്പറേഷൻ ഡ്രാസ്റ്റ് ട്രാക്ക് ഞാൻ പറഞ്ഞതും അന്ന് ഒരു ബിൽഡപ്പ് ആയിരുന്നു. നമ്മുടെ ബോർഡറിൽ നമ്മുടെ വശത്ത് ആർമിയെ കൊണ്ട് ഇറക്കി നിറയ്ക്കുക, പാകിസ്ഥാനെ കൊണ്ട് ചിന്തിപ്പിക്കുക, ഇവർ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ചിന്ത പാകിസ്ഥാന് കൊടുക്കുക. ഇപ്പൊ പാകിസ്ഥാൻ ഒട്ടും പേടിയില്ല. ഇന്ത്യ ഒന്നും ചെയ്യില്ല. അതായത് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്കൊപ്പം ഈ സംഭവത്തിനെതിരെയൊക്കെ സംഭവിച്ചിട്ടെങ്കിലും ഏതെങ്കിലും ലോകരാഷ്ട്രം ഒന്ന് രണ്ട് ഒഴികെ ആരും പാകിസ്ഥാനെതിരെ, പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ്, പാകിസ്ഥാൻ ഈ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല. അവരെ കൊണ്ട് ഇത് പറയിപ്പിച്ച് പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള പണികളാണ് ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച 2 കാര്യങ്ങളൊന്നാണ് ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണവും നമുക്ക് നഷ്ടപ്പെട്ട ജീവനുകളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കേണ്ടി വന്ന വിലയുമെല്ലാം ലോക നേതാക്കൾ എല്ലാവരും നമ്മളോട് അനുകൂലമായ, നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഭീകര പ്രവർത്തനത്തിന് വേരുള്ള, അവരെ സഹായിക്കുന്ന രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് അവർ തന്നെ അവരുടെ 2 മന്ത്രിമാരാണ് ഇന്ന് തുറന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിനെ അപലപിക്കാനുള്ള മനോഭാവം ഒരു ലോകരാജ്യങ്ങളും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനം തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അണിചേരുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം നിലവിൽ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളത് പോലും സംശയവുമാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും നമ്മുടെ ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അതിർത്തി മേഖലയിൽ നിന്ന്, ബൗണ്ടറിയിൽ നിന്ന് ഇത്രയധികം ഉള്ളിലേക്ക് കടന്നു വന്ന് ഈ ആക്രമണം നടത്തി അവരെവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായ ബോധ്യമില്ലാതെ ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന വീരപ്രഖ്യാപനത്തിൽ അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ്. അതിലൊന്ന് മാധു നേരത്തെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. പഴയ ലോകരാജ്യമല്ല ഇന്നത്തെ രാജ്യം, പഴയ രാഷ്ട്ര നേതാക്കന്മാരല്ല ഇന്ന് ഉള്ളത്. ഇന്നിപ്പോൾ പുടിനും ട്രംപും നെതന്യാഹുവും ഒക്കെ രാജ്യം ഭരിക്കുന്ന കാലത്ത് ലോകത്ത് നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നേരത്തെ BJPയുടെ പ്രതി പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ പ്രധാനമന്ത്രി, ഞാനതിൻ്റെ പുകഴ്ത്തലുകളിലേക്ക് പോകുന്നില്ല, പക്ഷേ ഇന്ത്യയുടെ ഒരു ചേരിചേരാ നയം, ഇന്ത്യയുടെ 47 മുതൽ ഇന്ത്യ ഒന്നുമില്ലാതെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തൊരു കാലഘട്ടത്തിൽ USSRും അതുപോലെ തന്നെ US-ഉം ഇന്ത്യയോടെടുത്ത നിലപാടും ഇന്ത്യ തിരിച്ചെടുത്ത നിലപാടും ചരിത്രത്തിൽ വളരെ പ്രസക്തമാണ്. ആ പ്രസക്തി കൊണ്ടാണ് ഇന്ത്യ എന്ന രാജ്യം ഇന്നും നിലനിന്ന് പോകുന്നത്. ആ രാജ്യത്തിന് വളർന്നു വലുതായി, ഞാനിതിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ജനാധിപത്യം ശക്തിപ്പെടുകയും ഭരണാധികാരികൾ അതിശക്തരാവുകയും ഒന്നുമില്ലാത്ത രാജ്യം ലോകശക്തിയായി വളരുകയും ചെയ്തു ഒരു ഭാഗത്ത് ഇന്ത്യ. ആ ഇന്ത്യ ഇന്ന് വിദ്യാഭ്യാസത്തിൽ ലോകത്തേക്ക് മുഴുവനുള്ള മസ്തിഷ്കങ്ങളെ സംഭാവന ചെയ്യുന്ന ഇന്ത്യ, ടെക്നോളജിയിൽ, ഭക്ഷണത്തിൽ, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത രാജ്യം, ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണം കയറ്റുമതി ചെയ്യുന്ന രാജ്യം, വസ്ത്രമില്ലാത്ത രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ വസ്ത്രം കയറ്റുമതി ചെയ്യുന്ന രാജ്യം. അങ്ങനെ ഈ രാജ്യം വളർന്നു നിൽക്കുമ്പോൾ മറു രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും ഒരു ഭരണാധികാരി നന്നായി മരണപ്പെട്ട ഒരു അവസ്ഥ ആ രാജ്യത്തിനുണ്ടായിട്ടുണ്ടോ? എന്നും ഏതെങ്കിലും ഒരു ഭരണാധികാരി മറ്റൊരാളെ കൊല്ലുന്നു, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു, തൂക്കി കൊല്ലുന്നു എന്ന് പറയുന്ന അവസ്ഥ. ആഭ്യന്തര കലഹത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു രാജ്യം. അവിടെയുള്ള മന്ത്രിമാർ നമ്മൾക്കെതിരെ പറയുന്നതിനേക്കാൾ രൂക്ഷമായിട്ട് അവർ പരസ്പരം പറയുകയും പരസ്പരം കൊല്ലുകയും പരസ്പരം ചതിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം വളർന്നിട്ടില്ല. ആ രാജ്യത്തെ നമ്മൾ പറഞ്ഞ് വളരെ വലുതാക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് കിടക്കുന്ന ഒറ്റയടിക്ക് ഒരു രാജ്യം എന്നൊരു തരത്തിലേക്ക് വളരാൻ കഴിയാത്ത ഒരു രാജ്യം പലവട്ടം നമ്മളോട് ഏറ്റുമുട്ടാൻ തുടങ്ങി. ഞാൻ നേരത്തെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മളോട് ഏറ്റവും 71 യുദ്ധത്തിലൊക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ളത് അപ്പുറത്തു നിന്ന് സഹായിച്ചിട്ടും നമ്മൾ അതിനെ അതിജീവിച്ചല്ല. ബംഗ്ലാദേശ്
കൈക്കുമ്പിളിലാക്കി കൊണ്ടുകൊടുത്തു. അങ്ങനെയൊക്കെ ഒരു വലിയ പാരമ്പര്യം ഈ രാജ്യത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന ഭരണാധികാരിയാണ് അതുകൊണ്ട് ചെയ്തു എന്നല്ല, അത് ഇന്ത്യ എന്ന ഒറ്റ ഫീലിങ്സ് ആണ്. 47 മുതലുള്ള ഇന്ത്യ എന്ന ഒറ്റ ഫീലിങ്സ് ആണ്. അല്ലാതെ ഇപ്പോഴത്തെ ഭരണാധികാരി രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാനുള്ള വൈഭവമുള്ള ഭരണാധികാരിയാണ് എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നത്, അതൊക്കെ അത് ശരിയാണോ എന്ന് പറയുന്ന ആളുകളാണ് ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ആഭ്യന്തര സുരക്ഷ. അത് വളരെ പ്രധാനപ്പെട്ട, ഇത്രയേറെ വളർന്ന ഈ രാജ്യത്തെ, ഇത്രയേറെ വലുതായ ഈ രാജ്യത്തിനകത്ത് ഒരാളും കയറിക്കൂടാതെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിർത്തിയെ സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞു. ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറി വരുന്നവരെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി അത് നമ്മൾക്കുണ്ടാവണം. അവരെ കണ്ടെടുത്താനുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട്, ഇന്റലിജൻസ് സംവിധാനം നമ്മൾക്കുണ്ടാവണം. അതിനെ ഞാൻ നേരത്തെ എലിയെ പേടിച്ച് ഇല്ലം ചുടുത്തൊരു അവസ്ഥയിലേക്ക് അല്ല പോകട്ടെ, ഇതിനകത്ത് വന്നവൻ അവനെ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും 4 ദിവസമായി. അത് പോട്ടെ, നാളെയോ മറ്റന്നാളോ പിടിക്കട്ടെ, നമ്മൾ പിടിച്ച ആളുകളെ അവിടെ കൊണ്ട് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു വിഷയമുണ്ടായി. നമ്മളെടുത്ത നിലപാടെന്താണ്? ഇന്ത്യ രാജ്യത്ത് ഒറ്റ നിലപാടേ ഉള്ളൂ. പാകിസ്ഥാനിൽ ഒറ്റ നിലപാടാണ് എന്ന് പറയുന്നില്ല. ചില ആളുകൾ അതിനെ എതിർക്കുന്നു, ചില ആളുകൾ അതിനെ ന്യായീകരിക്കുന്നു, ചില ആളുകൾ വീരവാദം പറയുന്നു. ഇന്ത്യ അങ്ങനെയല്ല, ഇന്ത്യക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. നമ്മൾ വൈകുന്നേരത്തെ ചർച്ചകളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഈ 2 കാര്യത്തിലേക്കാണ്. ഒന്നാമത്തത് ഇന്ത്യക്കാരന് കോൺഫിഡൻസ് കൊടുക്കണം. രണ്ടാമത്തത് ഇന്ത്യ എന്ന ഒറ്റ രാജ്യമാണ്, ഇന്ത്യക്ക് ഒറ്റ ഫീലിങ്സേ ഉള്ളൂ എന്നുള്ളത് മറ്റവരോട് പറയണം. മൂന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള ഒരവസ്ഥ ഇന്ത്യയിലെ ആളുകൾക്കുണ്ടാവണം. അവിടെ പ്രയാസം വരുമ്പോഴാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇപ്പം കാശ്മീരിൽ ഉണ്ടായ പോലെ തന്നെ ഇപ്പം മണിപ്പൂരിലെ പ്രശ്നങ്ങൾ, മറ്റു ചില സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മുടെ പ്രശ്നം തന്നെയാണ്. അതിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആഭ്യന്തര സമയം, സർക്കാരിന്റെ തോക്കെടുത്ത് തീവ്രവാദി വെടിവെച്ച് ആളുകളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ആ ആഭ്യന്തര സുരക്ഷയുടെ ഭീഷണിയുടെ എക്സ്റ്റൻഷനാണ് പലയിടങ്ങളിലും സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അവിടെ ശക്തിപ്പെടുത്താനുള്ള സാഹചര്യം നമുക്കുണ്ടാവണം. സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കാൻ ഇന്ന് സാധിക്കില്ല, വിദ്യാഭ്യാസപരമായി തകർക്കാൻ സാധിക്കില്ല, ആരോഗ്യപരമായി തകർക്കാൻ സാധിക്കില്ല, ബിസിനസ് വാണിജ്യപരമായി തകർക്കാൻ നമ്മെ സാധിക്കില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. ആ അവസ്ഥയിൽ നിന്ന് ഇനിയും മുകളിലോട്ടാണ് പോവേണ്ടത്. തകരാൻ പാടില്ല ഈ രാജ്യം എന്നൊരു കാഴ്ചപ്പാട് നമ്മൾക്കൊക്കെ ഉണ്ടാവണം. പ്രശ്നങ്ങളെ അതിജീവിക്കണം. ഞാൻ പറഞ്ഞതിന്റെ സാരം അതാണ്. അല്ലാതെ എലിയെ പീഡിച്ച് ആ ഒരു പാകിസ്ഥാൻ എന്തോ സംഭവമാണ് തലയിൽ കൊണ്ടുവരും. പാകിസ്ഥാൻ എന്ന ആഭ്യന്തര സംഘർഷത്തിൽ ഒന്നുമില്ലാത്തത് കൊണ്ട്, അവർക്ക് അവരുടെ പൗരന്മാരുടെ ജീവനെ പോലും വിലയില്ലാത്തത് കൊണ്ട്, ലോകം അവരെ എങ്ങനെ കാണും എന്നത് സംബന്ധിച്ച് അവർക്ക് ഒരു അഭിമാന ബോധവും ഇല്ലാത്തത് കൊണ്ട്, നമ്മൾ ആരോടെങ്കിലും മല്ല് പിടിക്കരുത് എന്ന് പറയുമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അത്ര നീതിബോധമില്ലാത്തൊരു രാജ്യത്തെ നേരിടുന്ന സമയത്ത് എങ്ങനെ പോകണം എന്നുള്ളതായിരുന്നു. അല്ലാതെ അവരുടെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തി കൊണ്ടോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് അവർ തുറന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ്. യുവരാജ് ഗോകുൽ, ഇവിടെ പറയാതെ പോകുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ഒന്നുകിൽ ഇപ്പോൾ സൈനികരുടെ തോക്കിൻകുഴലിലായിരിക്കണം നമ്മുടെ ജനതയുടെ സമാധാനം എന്ന് പറയുന്നത് പ്രാവർത്തികമായ ഒന്നല്ല. സൈനികർ തോക്കും കൊണ്ട് കാവൽ നിൽക്കുന്ന സമയത്ത് അതിർത്തിയിലല്ലാതെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൈനികർ കാവൽ നിൽക്കുമ്പോഴല്ല കാശ്മീരിൽ സമാധാനം പുലരേണ്ടത്. പക്ഷെ അവിടെ നമുക്ക് ഇന്റലിജൻസ് സംവിധാനം കൃത്യമായിരിക്കും. ഒന്നുകിൽ നമ്മൾ സേനാവിന്യാസം ശക്തമായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് ഇന്റലിജൻസ് സംവിധാനം കൃത്യമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണല്ലോ പൊതു കാഴ്ചപ്പാട്. നമ്മൾ കാശ്മീരിൽ സമാധാനം ഉണ്ട് എന്ന് പറയുമ്പോൾ കാശ്മീരിൽ സമാധാനം ഉണ്ടാക്കാനുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം. ഇതിന് സ്വാഭാവികമായും അതായത് യുദ്ധമുണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധത്തിലേക്കാണോ രാജ്യം പോകുന്നതെന്ന് ആശങ്കപ്പെടുന്ന സമയത്ത്, നമ്മുടെ ജീവനുകൾ നഷ്ടപ്പെടുന്ന സമയത്ത്, നമ്മൾ വൈകാരികമായി അതിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത്, പലരുടെയും ഭൗതിക ശരീരം സംസ്കാരം നടത്തിയിട്ടില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്ന് പറയുന്നത് പൊതുവെ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ആ നിലയ്ക്ക് പരിഗണിക്കാതെ നമ്മളിൽ അതിൽ കുറച്ചുകൂടി ജാഗ്രത വേണ്ടതായിരുന്നില്ലേ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. അതും അതിന് മുമ്പ് നമ്മുടെ ലഫ്റ്റനന്റ് കമാൻഡർ ഗോകുൽ ചന്ദ്ര ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അതിനകത്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. അതിൽ നിന്ന് തുടങ്ങി ഞാൻ മാധുവിനിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞതിനകത്ത് 1-2 ഫാക്ച്വൽ എററുണ്ട്. ആ ഫാക്ച്വൽ എറങ്ങെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്നത് ഫെബ്രുവരി 14-നാണ്, 2019 ഫെബ്രുവരി 14-നാണ്. അപ്പോൾ അതിൻ്റെ 48 മണിക്കൂറിനകത്ത് അവിടെ ഒരു തിരിച്ചടിയൊന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം അകത്ത് കയറി അടിക്കുക എന്നുള്ളത് അന്ന് ഭാരതം എടുത്ത തീരുമാനമാണ്. അടിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, അടിക്കുകയും ചെയ്തു.
പക്ഷേ 12 ദിവസം എടുത്തു. ഫെബ്രുവരി 26 മാത്രമാണ് അങ്ങനെ ഒരു റിട്ടാലിയേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് സാധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന സാറിന് അറിയായിരിക്കുമല്ലോ, നമുക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ഇന്ന് നമ്മൾ ദേ കയറി അടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കുറേ ഡ്രില്ലും എക്സസൈസും നടത്തുന്നു, അങ്ങനെയൊന്നും നമുക്ക് ആരെയും ഭയപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല ഉള്ളത്. അങ്ങനെയൊക്കെ ആരെങ്കിലും ഭയപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്, നമ്മൾ ഒന്നിലധികം തവണ അവരുടെ അകത്ത് കയറി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ തീർച്ചയായിട്ടും അടിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഉള്ളൂ, അവർക്ക് യാതൊരു സംശയമില്ല നമ്മൾ അകത്ത് കയറി അടിക്കുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലൂപ്പ് ഹോൾ എല്ലുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേണം അകത്ത് കയറിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ എന്തായാലും ചില മൗനങ്ങളെ നമ്മൾ ഭയക്കണം എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ ഈ empty vessels make noises എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ഇരുന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, അവരോടൊന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെന്നേ. ഇവിടുത്തെ മൗനത്തിന്റെ അർത്ഥമുണ്ട്. ആ അർത്ഥം എന്ന് പറയുന്നത് കൊള്ളുമ്പോൾ കൃത്യമായിട്ട് കൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ 10 ദിവസം എടുത്തിരിക്കും, ചിലപ്പോൾ 12 ദിവസം എടുത്തിരിക്കും, ചിലപ്പോൾ 3 ആഴ്ച എടുക്കുമായിരിക്കും. പക്ഷേ അടിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അടിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് യാതൊരു സംശയം വേണ്ട. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങ് പറഞ്ഞത് ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. കാരണം അവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. സാർ, ആ ഇൻഫർമേഷനകത്ത് കുറച്ച് പിശകുണ്ട് എന്നാണ് എനിക്ക് അങ്ങേ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനകത്ത് അവിടെ നടന്നിരിക്കുന്ന ഈ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങേക്ക് ഒന്ന് വിശദീകരിച്ചു തരാം. ഒന്ന് എന്ന് പറയുന്നത്, കിഷൻ ഗംഗ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് 2018 തന്നെ പൂർത്തിയായതാണ് സാർ. അവിടെ 23 കിലോമീറ്റർ വരുന്ന ടണൽ വഴിയിട്ട് ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു ജലനദിയിലുള്ളതാണ് വെള്ളം അങ്ങോട്ടേക്ക് ഈ പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആ ഡാമിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതി ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 2021 തന്നെ ചെനാബിലുള്ള റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് റിവൈവ് ചെയ്തിട്ടുണ്ട്. തുൽബുൽ നാവിഗേഷൻ പ്രോജക്റ്റ് 2016 തന്നെ റിവൈവ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തന്നെ റെഡിയാണ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷാപ്പൂർ കണ്ടി ഡാം രവി നദിയിലുള്ള ഈസ് ഓൾറെഡി ഇൻ പ്രോഗ്രസ് ഇൻ 2018 ആണ്. സർപ്ലസ് റിവർ വാട്ടർ എവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. UJH മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് അത് 2020 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഒരു ഡെവലപ്മെൻറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റി ബ്ലോക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയാണ്, അത് ഡിസ്മിസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ആ വാട്ടറിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് മന്ത്രിമാരുടെ, ഒന്ന് സി ആർ പാട്ടീലിന്റെയും ഒന്ന് നമ്മുടെ ജയശങ്കറുമായി ബന്ധപ്പെട്ട് ഇവർ 3 പേരും തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്, ഈ പറയുന്ന ഡെവലപ്മെന്റ് ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു തിരിച്ചടി കേൾക്കാൻ കഴിയുന്നത്. അത് നാളെ രാവിലെ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. നാളെ രാവിലെ അദ്ദേഹം അത് കേട്ടാൽ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു അവിടെ യാതൊരു തരത്തിലുള്ള വർക്കും നടത്തിയിട്ടില്ല, അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമാണ്. ഇത്രയധികം പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ 2016 നരേന്ദ്രമോദിജി പറഞ്ഞു ബ്ലഡ് ആൻഡ് വാട്ടർ ക്യാൻ നോട്ട് ഫ്ലോ ടുഗദർ എന്ന് പറഞ്ഞതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗ്രാജ്വലി അതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇത്രയധികം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന 80% വെള്ളവും ഒരു 2-3 വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 5-10 വർഷങ്ങൾ കൊണ്ട് നമുക്കങ്ങ് മാനേജ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകളൊന്നും ഡെവലപ്പ് ചെയ്യാമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അവിടെ അത്യാവശ്യം ഏതാണ്ട് ഒരു 40-50% എങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തലത്തിലുള്ള ഡെവലപ്മെന്റ്സ് അവിടെ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലിക്കേഷൻസ് പാകിസ്ഥാനിൽ ഉണ്ടാവും. 2, ഇനി മാധു ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ പറയുന്ന ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ, സെക്യൂരിറ്റിക്കകത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒന്ന്, അവിടെ എന്ത് തരത്തിലുള്ള ഫെയിലിയർ ആണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഇതുവരെ ബ്രീഫ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഫീഷ്യലി ഉണ്ടായിട്ടില്ല. അൺഒഫീഷ്യലി മാത്രമാണ് ഇന്നലെ ഹാരിസ് ബീരാൻ MP പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മാത്രമാണ് പുറത്തു വന്നത്. സെക്യൂരിറ്റി ഫോഴ്സസിനെ അറിയിച്ചിട്ടല്ല പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റ് ആ പർട്ടിക്കുലർ ഭാഗം, അതായത് അവിടേക്ക് ഈ സെക്യൂരിറ്റി ഈ ടൂറിസ്റ്റുകളെ കയറ്റി വിട്ടിരുന്നു എന്നുള്ള കാര്യം സെക്യൂരിറ്റി ഫോഴ്സസ് അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ മാസവും കൂടി അവിടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി എത്തുകയും അവിടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലൊരു സാഹചര്യം ഇല്ലായിരുന്നു. പെട്ടെന്നാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഹാരിസ് ബീരാൻ MP പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോഴും ഒഫീഷ്യലി അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ അതിർത്തി മേഖലയിൽ, ഇത്രയും തന്ത്രപ്രധാനമായ മേഖലയിൽ, അതും വനങ്ങൾ ചുറ്റിയ അത്രയും ദുർഘടമായ പാതയുള്ള മേഖലയിൽ അവിടെ
നാട്ടുകാർ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ടൂറിസം പ്രവർത്തനത്തിന് വേണ്ടി ടൂറിസം സന്ദർശനത്തിന് വേണ്ടി എത്തുകയും അവിടേക്ക് ഇത്രയും വലിയ ഡെവലപ്മെന്റുകൾ ഉണ്ടാവുകയും ചെയ്തിട്ട് അതറിയാതെ പോവുക എന്ന് പറയുന്നത്, അത് ഒരു ഇൻഡാസ് എഴുതി അറിയിച്ചാൽ മാത്രമേ സൈന്യവും മറ്റുള്ളവരും അറിയുകയുള്ളൂ. അല്ല, തീർച്ചയായിട്ടും അത് ആ ചോദ്യത്തിനകത്ത് വളരെ റിലവൻസ് ഉണ്ട്. ഈ കശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്, കശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് ഇതിനു മുമ്പ് തന്നെ അവിടെ സമാധാനം കൊണ്ടുവരാൻ സാധിക്കാതിരുന്നിട്ടൊന്നുമല്ല. അകത്ത് നിന്ന് തന്നെ പലരും ഈ പറയുന്ന തീവ്രവാദത്തിന്, ടെററിസത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ഡയറക്ട്ലി തന്നെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാലം അവിടെ ഇന്റലിജൻസ് സംവിധാനം ഇല്ലാതിരുന്നത് കൊണ്ടോ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടോ ഒന്നുമല്ല അവിടെ ഈ പറയുന്ന ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഇന്റേണലി പറഞ്ഞതിൽ സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഒന്ന്, ഈ പറയുന്ന തീവ്രവാദികൾ അവിടേക്ക് വന്നത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല. ഇനി ആ മേഖല തന്നെ തുറന്നു കൊടുത്തിട്ടുള്ള നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞിട്ടില്ല, അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ബ്ലണ്ടറാണ്. ഒരിക്കലും അല്ല. ഇത് ഇന്നലെ അവിടുത്തെ ഫോഴ്സിന്റെ തലവൻ തന്നെ അവിടെ വന്നിട്ട് പറയുന്ന ഓൾ പാർട്ടി മീറ്റിങ്ങിനകത്ത് അവിടെ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ മാധു. അവിടെ വീഴ്ച മാധു, അവിടെ ഒരു 10 പേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും അത് വീഴ്ച തന്നെയാണ്. വീഴ്ചയല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? 28 സിവിലിയൻസ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് വീഴ്ച തന്നെയാണ്, അല്ല നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല. അത് വീഴ്ച തന്നെയാണ്. പക്ഷേ ആ വീഴ്ച ഏത് തലത്തിലുണ്ടായി, എങ്ങനെയുണ്ടായി, എന്തുകൊണ്ട് ആ വീഴ്ച ഉണ്ടായി എന്നുള്ള അനാലിസിസ് വളരെ കൃത്യമായിട്ട് നടക്കുക. അതിനെ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഒഫീഷ്യലി പറയുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനകത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാധു, ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനം ഇരിക്കുന്ന മൊസാദിന്റെ കയ്യിലാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പറയുന്ന ഹമാസ് അവിടെ കയറി അടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അപ്പോ യൂറോപ്പില് എല്ലാ മാസങ്ങളിലും കഴിഞ്ഞ വർഷം ഉണ്ടായില്ലേ, അതിന് മുമ്പ് ഉണ്ടായില്ലേ, പാരീസിൽ ഉണ്ടായില്ലേ, ജർമ്മനിയിൽ ഉണ്ടായില്ലേ? യൂറോപ്പിന്റെ ഇന്റലിജൻസ് സംവിധാനം മോശമായിട്ടാണോ? അല്ലല്ലോ. പറയട്ടെ, പാക് ഭീകര പ്രവർത്തകർ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പാറ്റേണിലുള്ള ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മാധു, തീർച്ചയായിട്ടും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാധു ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറഞ്ഞു. 7 കോടി മനുഷ്യർ 3.5 വർഷത്തിനിടയിൽ കശ്മീരിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു പോറൽ പോലും ഏൽക്കാതെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ശക്തി കൊണ്ട് മാത്രമാണ് അത് സാധിച്ചിട്ടുള്ളത്. അത്രയും ഉണർന്നവർ പ്രവർത്തിക്കുന്നത് കൊണ്ടും അവരുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഔന്നത്യം അത്ര ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 100 ദിവസം നമ്മൾ വിജയിച്ചത് കൊണ്ട് മാത്രം 101ാമത്തെ ദിവസം ചെറിയൊരു ഫോൾട്ട് വന്നു എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. നമുക്കൊരു ചെറിയ ഫോൾട്ട്, ഒരു മൈന്യൂട്ട് ഫോൾട്ട് വന്നാൽ പോലും നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് അവിടെ ഒരു ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഫോൾട്ട് ഉണ്ടായിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലി പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള പിക്ചർ നമുക്ക് ലഭിക്കും. ശ്രീ പി ജെ വിൻസെന്റ്, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കശ്മീർ അവിടെ ആ വെടിയൊച്ച മുഴങ്ങുന്നതിന് തൊട്ട് മുൻപ് അത്രമേൽ സമാധാനമായിട്ടുണ്ടെങ്കിൽ അവരുടെ പഴയ കാലത്തെ ഒരു കണക്കിന് മറന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് സംഭവിച്ച നിമിഷം കശ്മീരിന്റെ പഴയ കാലത്തെ അസ്ഥിരതയും അവരുടെ സുരക്ഷാ പ്രശ്നങ്ങളും ആശങ്കയും ഭീതിയും ഒക്കെ പൂർവാധികം ശക്തമായി പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അവിടേക്ക് എപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് തദ്ദേശീയർ തന്നെ വീണ്ടും ഭയക്കുകയാണ്. ഒരൊറ്റ മനുഷ്യൻ കശ്മീർ കാണാൻ ഈ ഉണ്ടായിരുന്ന മുഴുവൻ ബുക്കിങ്ങുകളും ക്യാൻസൽ ചെയ്യുകയാണ്. അതായത് കശ്മീരിൽ സമാധാനം എന്ന നമ്മുടെ ദീർഘകാല ആഗ്രഹം കൂടിയാണ് അവിടെ ഇല്ലാതാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അതെ. ധൈര്യമുള്ളവർക്ക് കാശ്മീരിൽ സഞ്ചരിക്കാൻ പോകാൻ പറ്റിയ സമയമാണ്. കാരണം ഇപ്പോൾ അവിടെ ഒരു തിരക്കുണ്ടാവില്ല. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ ടെററിസം ഈസ് ഡീ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെക്കാനിസം കൊണ്ട് ടെററിസ്റ്റ് അറ്റാക്കിനെ തടയുക എളുപ്പമല്ല. അത് ചരിത്രപരമായി നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വള്ളുവക്കോനാതിരിയുടെ ചാവേറുകളെ തടയാൻ സാമൂതിരിക്ക് കഴിഞ്ഞിട്ടില്ല മാമാങ്കത്തിൽ. അപ്പോൾ ഈ ചാവേർ ആക്രമണം, ഈ ടെററിസ്റ്റ് മോഡസ് ഓപ്പറാൻഡി, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ 100% പഴുതടച്ച് പ്രതിരോധിക്കാൻ സൈന്യങ്ങൾക്ക് കഴിയില്ല എന്നത് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതൊരു മൈനർ അറ്റാക്ക് ആയിരിക്കും.
പക്ഷേ അത് പഴുതടച്ച പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി പുൽവാമയിൽ എന്തെങ്കിലും സെക്യൂരിറ്റി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന കാര്യം. എനിക്കതിൽ പ്രധാനമായി എനിക്ക് തോന്നുന്നത് ബക്ഷിയുടെ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട, കാരണം അത് രാഷ്ട്രീയക്കാർ പറയുന്ന പോലെയല്ല, അദ്ദേഹം മേജർ ജനറലാണ്. അത് പരിശോധിക്കട്ടെ, നമ്മൾ അതിലേക്ക് കടക്കേണ്ടതില്ല ഇപ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ ലഷ്കർ ഇ തൈബയെ പോലെയുള്ള ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അതൊരു ഹൈഡ്ര ഹെഡഡ് ഓർഗനൈസേഷനാണ്. ഒരേ സമയം അതിന് പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ്. അത് പഞ്ചാബിൽ അതിന് ജമാഅത്ത് ഉദ്വ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘമുണ്ട്. ഇന്ത്യയിൽ അവർ ഇന്ത്യൻ മുജാഹിദിനെ സ്പോൺസർ ചെയ്യുന്നു. അവർക്ക് ഹിസ്ബുൾ മുജാഹിദിനുമായിട്ട് ബന്ധമുണ്ട്. ജെയ്ഷെ മുഹമ്മദിന് അവർ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സംഭാവന ചെയ്യുന്നു. ഇങ്ങനെ ഒരു സമയത്തൊരു മതസംഘടന അത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇന്ത്യയിലേക്കാണെങ്കിൽ അതികഠിനമായ തീവ്രവാദം കയറ്റി. ഇങ്ങനെ ഒരു ഹൈഡ്ര ഹെഡഡ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ നേതാവ് ഇപ്പോൾ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ കസൂരി, സൈഫുള്ള ഖാലിദ് എന്ന കസൂരി, അദ്ദേഹം പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഇൻവൈറ്റേഷൻ സ്വീകരിച്ച് പഞ്ചാബിലെ കങ്കൺപൂരിൽ പോയിട്ട് പ്രസംഗിച്ചു. അദ്ദേഹം കടന്നു വന്നപ്പോൾ പൂക്കളിട്ടാണ് സ്വീകരിച്ചത്. അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാനസപുത്രനാണ്. പഷ്തൂൺഖാ പ്രൊവിൻസിൽ അദ്ദേഹം പ്രസംഗിച്ചത് 2026 ഫെബ്രുവരിക്ക് മുമ്പായിട്ട് കാശ്മീർ പിടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക്, ഹാഫിസ് സയ്യിദ് ഇതിൻ്റെ ലഷ്കർ ഇ തൈബയുടെ സ്ഥാപകൻ. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ അത് മാരീച വേഷം കെട്ടി വരും. നമ്മളിപ്പോൾ വിചാരിക്കുക അൽഖ്വയ്ദയെ തകർത്തോടുകൂടി അൽഖ്വയ്ദ തീർന്നല്ലേ വിചാരിച്ചത്. പക്ഷേ നമുക്കറിയാലോ 2012 അബോട്ടാബാദിൽ വെച്ചിട്ട് അൽഖ്വയ്ദയുടെ തലവനെ കൊലപ്പെടുത്തി. 2 വർഷം കഴിഞ്ഞപ്പോൾ 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന അതിഭീകര സംഘം നോർത്തേൺ സിറിയയും നോർത്തേൺ ഇറാഖും കീഴടക്കി ഒരു സമാന്തരമായ ISIL ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു അവരുടെ ഭാഷയിൽ. അപ്പോൾ ഇത് ഒരു ഗ്ലോബൽ മെനസാണ്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് പൂർണ്ണമായി പഴുതടച്ച പ്രതിരോധം സാധ്യമല്ല. ഇപ്പം 2008 കടൽമാർഗം വന്ന് ബോംബെയിൽ ഇറങ്ങി വെടിവെച്ച് തകർത്ത് പോയില്ലേ, അത് സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ അത് എത്രയോ നേരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യയെപ്പോലുള്ളൊരു മഹാരാജ്യം, ഇത്രയധികം തുറവിയുള്ള ഒരു രാജ്യത്തിന് വലിയ പരിമിതികളുണ്ട്. അതേസമയം ഇതിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തില്ല എങ്കിൽ, മറ്റൊരു രാജ്യത്തിൻ്റെ പിന്തുണയില്ല എങ്കിൽ ഇതിനെ തകർക്കാൻ സാധിക്കും. എങ്ങനെ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഖാലിസ്ഥാൻ വാദത്തെ പഞ്ചാബിൽ അടിച്ചമർത്തിയെന്ന്. യഥാർത്ഥത്തിൽ ഖാലിസ്ഥാൻ വാദത്തെ അടിച്ചടിക്കാൻ പാകിസ്ഥാൻ്റെ പിന്തുണ കുറഞ്ഞതുകൊണ്ടല്ലേ. കാരണം പാകിസ്ഥാനിലെ പഞ്ചാബും കൂടെ ചേർത്ത് ഖാലിസ്ഥാൻ രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പാകിസ്ഥാൻ്റെ അഖണ്ഡതയ്ക്ക് കൂടി ഭീഷണിയായ ഘട്ടത്തിലാണ് അവർ പിൻവാങ്ങുന്നത്. പാകിസ്ഥാൻ്റെ പൂർണ്ണമായ പിന്തുണ അവസാനിച്ചപ്പോഴാണ് ഖാലിസ്ഥാൻ പഞ്ചാബിലെ തീവ്രവാദം അവസാനിച്ചത്. ഇപ്പോൾ അവിടെ തീവ്രവാദം വീണ്ടും വരുന്നതിന് കാരണം എന്താ? കാനഡയുടെ പിന്തുണ. നമുക്കറിയാലോ കാനഡയുടെ പിന്തുണ എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളുടെ ശക്തമായ പിന്തുണ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം സംഘങ്ങളെ നമുക്ക് സൈന്യത്തിന് വളരെ ലളിതമായി തകർക്കാൻ സാധിക്കും. ഇവിടെ പാകിസ്ഥാൻ മിലിറ്ററിയും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വവും പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് ഇൻ്റലിജൻസും പിന്നിലുണ്ട് അവിടുത്തെ തീവ്രവാദ സംഘങ്ങളുടെ. മനസ്സിലാക്കേണ്ടത്, കാരണം നമ്മളാണ് നിരന്തരം അവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർ, നമ്മളാണ് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവരെ പൂർണ്ണ വിശ്വാസത്തിനെടുത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്വർഗചിന്ത പാടില്ല എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണോ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. ശ്രീ ഗോകുൽചന്ദ്രൻ, നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള നമ്മുടെ നിലപാടുകളും നമ്മുടെ കാഴ്ചപ്പാടുകളും വെച്ച് ഒരു സൈനിക നടപടിയിലേക്ക് പെട്ടെന്ന് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ വളരെ സമാധാനപരമായി ജീവിക്കുന്ന, വലിയ ആഭ്യന്തര പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന, സമാധാനം കാംക്ഷിക്കുന്ന ഒരു ജനത കൂടിയാണ്. ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മാത്രം സംഭവിക്കുന്നതല്ല എന്നത് പ്രധാനവുമാണ്. നമ്മുടെ മുന്നിലുള്ള സൈനിക നടപടിയിലൂടെ മാത്രമാണ് ഇതിന് പരിഹാരമെങ്കിൽ അതിനുള്ള സാധ്യത എന്താണ്? ഇത് സൈനിക നടപടി എന്നാൽ അതൊരു എസ്കലേറ്റഡ് ഫേസിൽ വളരെ ഇപ്പൊ യുവരാജ് പറഞ്ഞതുപോലെ, യുവരാജ് പറഞ്ഞായിരുന്നല്ലോ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നമുക്ക് കാത്തിരുന്ന് കാണാം സർക്കാർ എന്താ ഡിസൈഡ് ചെയ്യുന്നത്, എന്താ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. പക്ഷെ ഒരു സൈനിക നടപടി എന്ന് പറയുമ്പോൾ നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ ആ നഷ്ടങ്ങൾ, പാകിസ്ഥാന് എന്ത് നഷ്ടം വന്നാലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് മാധു നേരത്തെ പറഞ്ഞ പോലെ അതൊരു മുങ്ങിയ കപ്പലാണ്. അവർക്കിനി കരയ്ക്ക് വരണമെന്ന് പറഞ്ഞ് യാതൊരു താല്പര്യമില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയല്ല. ഇന്ത്യ പതിയെ പച്ചപിടിച്ച ഒരു ഡെവലപ്പിംഗ് നേഷൻ സ്റ്റേറ്റസിൽ നിന്ന് ഒരു ഡെവലപ്ഡ് നേഷൻ എന്ന സ്റ്റേറ്റസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം വേണോ എന്ന് ചോദിച്ചാൽ അത് പല രീതിയിലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ അമേരിക്കയും ബാക്കി രാഷ്ട്രങ്ങളും, അമേരിക്കയ്ക്ക് താല്പര്യം, ഈ ട്രംപ് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് വെച്ചാൽ ഹീസ് എ ബിസിനസ്മാൻ. പ്രസിഡന്റ് ഒന്നല്ല, ഹീസ് എ ബിസിനസ്മാൻ. പുള്ളിക്ക് എവിടെ കച്ചവടം ചെയ്യാൻ കഴിയുമോ, അതിപ്പോ ഇന്ത്യ എന്നല്ല പാകിസ്ഥാനില്ല,
ആരാണോ അവരുടെ കസ്റ്റമർ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ കൊടുക്കും. പിന്നെ വലിയൊരു ഫാക്ടർ ചൈനയാണ്. ചൈന എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ഏറ്റുമുട്ടലിൽ നമ്മൾ എൻഗേജ് ആവുമ്പോൾ ചൈന അപ്പോഴായിരിക്കും നമ്മളിങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചൈന അവരുടെ ആ ബോർഡറിൽ നിന്ന് ഓൾറെഡി അവർ അവിടെ ഒരുപാട് ഈ അരുണാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. പതിയെ അവർ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും പ്രോജക്ട്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. കൂടി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ചേരികൾ രൂപപ്പെടുകയും ചെയ്യും. യുദ്ധവെറിയന്മാരുടെ ലോകമാണ്. അതെ എനിക്ക് പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. വളരെ സങ്കടത്തോടു കൂടി പറയേണ്ട ഒരു കാര്യമാണ്. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇത് പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ തീവ്രവാദികൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന മതപരമായ ഒരു വിഭജനം കണ്ടുകൊണ്ടാണ്. അത് എങ്ങനെ കൂടുതൽ വിഭജനം ചെയ്ത് ഇന്ത്യയെ തകർക്കാം, അതാണ് പാകിസ്ഥാന്റെ ബുദ്ധി. ഇപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും വന്നിട്ട് കൊല്ലപ്പെട്ടത് ഹിന്ദുവാണ്, മുസ്ലിംസ് ആരും മരിച്ചില്ല, മുസ്ലിംസ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഭജനം, അത് സങ്കടകരമായ ഒരു കാര്യമാണ്. അവലംബിച്ച ഏറ്റവും നീചമായ രീതിയൊക്കെ അതിനെ സാധൂകരിക്കുന്നതായിരുന്നു. ആഭ്യന്തരമായ വിഭജന ബുദ്ധി ജനങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്ന നീച പ്രവൃത്തി തന്നെയാണ് അവർ പരീക്ഷിക്കാൻ ശ്രമിച്ചതും. അവിടെയാണ് നമ്മൾ ഒന്നാണ് എന്നുള്ള തുറന്ന പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത്. രാജ്യം വളരെ കലുഷിതമായ, വളരെ പ്രശ്ന സങ്കീർണമായ നയതന്ത്ര സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതിനെ ഏതു രീതിയിലാണ് മറുപടി പറയുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്നു കാണേണ്ടതുമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും.